Hi friends, today we are going to discuss about making a folder, renaming a folder, copying a folder, moving a folder, deleting a folder and trash. Okay. When you have a number of files, it is better to keep them in different folders. Figure 2.3. You can arrange all text files in one folder and all picture file in another. It helps you to find your files easily. It is very easy to create a new folder in your computer. Here, let us create a new folder and give a folder name to identify the folder. You can also create any number of folders in your folder. To create a new folder and name it as Science, follow the given steps. Step 1. Double click on Home folder from Launcher. Step 2. Right click on the blank space in the drive. Step 3. Click on the New folder option, figure 2.4. A new folder appears on the window with a name Untitled folder as shown in figure 2.5. Step 4. Type Science as name for the folder. Now a new folder Science is created as shown in the figure 2.6. If you do not give any name, it will assume the name as Untitled folder. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് പല ടൈപ്പ് ഫയൽസുകൾ നമ്മളെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. അതിലിപ്പോൾ ഓഡിയോ ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും, ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ഫയലുകൾ ഉണ്ടാവും. ഓഡിയോ തന്നെ പലതരം ഉണ്ടാവും, MP3 ആയിട്ടുള്ളത് ഉണ്ടാവും, അതേപോലെ റെക്കോർഡ് ചെയ്ത ഓഡിയോസ് ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള ഓഡിയോസ് ഉണ്ടാവും. അതുപോലെ വീഡിയോസിലും അങ്ങനെ ഉണ്ടാവാം. നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത് ഉണ്ടാവാം, ക്യാമറയിൽ എടുത്ത വീഡിയോസ് ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പ് വീഡിയോസ് ഉണ്ടാവും. അതുപോലെ ഇമേജസ് ആണെങ്കിൽ നമ്മൾ ഡ്രോയിങ്സ് ആയിട്ടുള്ളത് ഉണ്ടാവാം, അതുകൂടാതെ ഫോട്ടോസ് ആയിട്ടുള്ളത് ഉണ്ടാവാം. ഇങ്ങനെ പലതും കൂടി മിക്സ്ഡ് ആയി ഒരു കമ്പ്യൂട്ടറിൽ ഇടുന്നു കഴിഞ്ഞാൽ നമുക്കത് കണ്ടെത്താനും അതുപോലെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ വേണം ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് കണ്ടെത്താൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ഷെൽഫിലായിട്ട് വെക്കണ പോലെ നമുക്ക് ഓരോ ഫോൾഡറിലാക്കി വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടി നമുക്ക് ഫയലുകൾ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഓരോ അറകളാണ് ഈ ഫോൾഡർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യലെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ സയൻസ് എന്ന പേരിൽ ഒരു ഫോൾഡറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ലോഞ്ചറിലുള്ള ഹോം ഫോൾഡറിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ശേഷം ഈ ഡ്രൈവിലുള്ള ബ്ലാങ്ക് സ്പേസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പോപ്പ് മെനുവിന് ന്യൂ ഫോൾഡർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അൺടൈറ്റിൽഡ് എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പേര് മാറ്റിയിട്ട് സയൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പേരൊന്നും കൊടുക്കാതെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അൺടൈറ്റിൽഡ് ഫോൾഡർ എന്ന് വരും. വീണ്ടും അടുത്ത ഫോൾഡർ ഉണ്ടാക്കി അൺടൈറ്റിൽ ഫോൾഡർ 1, 2 എന്നൊക്കെ 1, 2, 3 അങ്ങനെ നമ്പർ ഇട്ട് ഓട്ടോമാറ്റിക് ഫോൾഡറുകൾ പേര് കൊടുത്തു വരുന്നതാണ്. നെക്സ്റ്റ്, റീനെയിമിംഗ് എ ഫോൾഡർ. റീനെയിം ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ നെയിം ഓഫ് എ ഫോൾഡർ. ടു ഗിവ് എ ന്യൂ നെയിം നേച്ചർ for the folder Science, right click on the folder Science and select the option Rename from the pop-up menu, figure 2.7. Then type nature as the new name and press enter key. Now folder Science is changed into nature, figure 2.8. Once you rename a folder, you can again rename it in the same way. റീനെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പേര് കൊടുക്കാൻ മറന്നു, അങ്ങനെ ഫോൾഡർ അൺടൈറ്റിൽഡ് എന്നായി മാറി. അതല്ലെങ്കിൽ നമ്മളൊരു ഫോൾഡറിൻ്റെ പേര് പിന്നീട് അതിന് പേര് മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ റീനെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് പേര് മാറ്റാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഏത് ഫോൾഡറിലാണോ പേര് മാറ്റേണ്ടത് ആ ഫോൾഡറിന്മേ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം വരുന്ന പോപ്പപ്പ് മെനുന്ന് റീനെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്ത ശേഷം എൻ്റർ കീ അമർത്തിയാൽ മതിയാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സയൻസ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിനെ നമ്മൾ എന്ത് ചെയ്യുക, റീനെയിം ചെയ്ത ശേഷം നേച്ചർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ കീ പ്രസ് ചെയ്താൽ ആ പേര് നേച്ചറിനായി മാറിയതായിട്ട് കാണാം. നെക്സ്റ്റ്, കോപ്പിയിങ് എ ഫോൾഡർ. Copy option is used to copy a folder or a file to another folder or device.
Let's see the steps to create a copy of the folder nature in documents folder. ഒരു ഫോൾഡർ എങ്ങനെ കോപ്പി ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് ഫോൾഡറുകൾ പല ആവശ്യത്തിനും കോപ്പി ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽ നമുക്ക് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഒരു ഡോക്യുമെന്റ് വീട്ടിൽ നിന്ന് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ അതിലൊരു 5 പേജ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഓഫീസിലുള്ള ആവശ്യത്തിന് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് അങ്ങനെ 3 പേജേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി പിന്നീട് എന്ത് ചെയ്യാം, ഓഫീസിൽ കൊണ്ടുപോയി ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കോപ്പി ചെയ്തിട്ട് ഒരു പെൻഡ്രൈവിക്കോ ഇതിക്കോ കോപ്പി ചെയ്ത ശേഷം ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ബാക്കി ടൈപ്പ് ചെയ്താൽ മതിയാവും. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡറിനകത്ത് എന്തെല്ലാം ഫയലുണ്ടോ അതൊക്കെ കോപ്പി ആവുന്നതാണ്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തേക്ക് എങ്ങനെ കോപ്പി ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഇനി. സ്റ്റെപ്പ് 1, റൈറ്റ് ക്ലിക്ക് ഓൺ നേച്ചർ ഫോൾഡർ. Step 2, select copy option from the pop-up menu as shown in figure 2.9. Step 3, open document folder from the file manager. Step 4, right click on the blank space on the document window, figure 2.10. Step 5, select paste option as shown in figure 2.10. Now the folder nature is copied into documents folder, figure 2.11. Next, moving a folder. Cut and paste option are used to move a folder or a file from one location to another location. To move the folder nature from document to another location, follow these steps. നമ്മൾ കോപ്പി അതുപോലെ പേസ്റ്റ് മുമ്പ് പഠിച്ചു. അതായത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഫോൾഡർ അവിടെ തന്നെ ഉണ്ടാവും, അതിൻ്റെ ഒരു കോപ്പി മാത്രമാണ് നമ്മൾ മറ്റൊരു ലൊക്കേഷനിലേക്ക് പേസ്റ്റ് ആവുന്നത്. എന്നാൽ കട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ കട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് അത് ഡിലീറ്റ് ആവും, എന്നാൽ മറ്റു സ്ഥലത്ത് അത് പേസ്റ്റ് ആവും ചെയ്യും. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് നമ്മളെ അടുത്തേക്ക് ഒരു പെൻഡ്രൈവ് ആയിട്ട് വന്നു, ഒരു MP3 സോങ് വേണം എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ നിങ്ങൾ കട്ടാണോ കോപ്പിയാണോ ചെയ്യുക? നിങ്ങൾ കോപ്പിയാണ് ചെയ്യേണ്ടത് അല്ലേ? കോപ്പി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പെൻഡ്രൈവിൽ ഓപ്പൺ ചെയ്ത് അതിൽ പേസ്റ്റ് ചെയ്യുന്നതോട് കൂടി എന്ത് ചെയ്യും, നിങ്ങളെ കമ്പ്യൂട്ടറിലുള്ള ഫയൽ അവിടുന്ന് ഡിലീറ്റ് ആയിട്ട് പിന്നെ അത് പെൻഡ്രൈവിലാവും. പിന്നീട് നിങ്ങളെ കമ്പ്യൂട്ടറിൽ ആ ഫയൽ ഡിലീറ്റ് ആയി പോവും, അല്ലെ, മിസ്സായി പോവും. അപ്പോൾ നമ്മൾ കോപ്പിയാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി മാത്രമേ പേസ്റ്റ് ആവണുള്ളൂ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പുകളൊന്ന് നോക്കാം. സ്റ്റെപ്പ് 1, റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഫോൾഡർ നേച്ചർ. സ്റ്റെപ്പ് 2, സെലക്ട് കട്ട് ഓപ്ഷൻ ഫ്രം ദ pop-up menu, figure 2.12. Step 3, right click on the destination folder and select paste option. Now the folder nature is moved from documents to the new location. Next, deleting a folder. Sometimes you want to remove unwanted file or folders from the computer. Delete option is used to remove your files and folders from the computer. To delete a folder, follow these steps. Step 1, right click on the folder. Step 2, click on the move to trash option from the pop-up menu, figure 2.13. Now the selected folder is deleted. Another way to delete a file or folder is to select the file you want to delete and press the delete key on the keyboard.
അടുത്തതായിട്ട് ഒരു ഫോൾഡർ എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഡിലീറ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ആവശ്യമില്ലാത്ത ഫോൾഡറോ ഫയലോ ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒഴിവാക്കാനാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഫോൾഡറിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു പോപ്പപ്പ് മെനുവിൽ മൂവ് ടു ട്രാഷ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഫോൾഡർ ഡിലീറ്റ് ചെയ്തതായിട്ട് കാണാം. പിന്നെ അത് കൂടാതെ മറ്റൊരു രീതിയിലും നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഫോൾഡർ സെലക്ട് ചെയ്യുക മൗസ് ഉപയോഗിച്ചിട്ട്. അതിനുശേഷം കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ ഡിലീറ്റ് ആവുന്നതാണ്. Trash. When you avoid any unwanted item, you put it into waste basket. Similarly, the deleted files on a computer are stored in specified folder called trash. The deleted items are temporarily stored in trash and you can delete permanently from here. നേരത്തെ ഡിലീറ്റ് നമ്മൾ ചെയ്തു. മൂവ് ടു ട്രാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അതിനു വേണ്ടി ഉപയോഗിച്ചത്. അതായത് ട്രാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിക്ക് ഇത് മൂവ് ചെയ്യാണ്. ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡിലീഷൻ അല്ല. പെർമനന്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ട്രാഷ് ഒന്നും ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഒരുപാട് ഫയലുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള ഫയലും ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ആവണത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു ട്രാഷിൽ പോയിട്ട് തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ഒരുപാട് നമുക്ക് ഡിലീറ്റായി ട്രാഷിൽ ഒരുപാട് ഫയൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ട്രാഷിൽ നിന്ന് പെർമനൻ്റായി ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ നമുക്ക് കുറച്ച് ഫ്രീ സ്പേസ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഹാർഡ് ഡിസ്കിൽ മെമ്മറി ഫ്രീ ആവില്ല. ടു റിമൂവ് ദ ഡിലീറ്റഡ് ഐറ്റംസ് ഫ്രം ട്രാഷ്, റൈറ്റ് ക്ലിക്ക് ആൻഡ് സെലക്ട് എംപ്റ്റി ട്രാഷ് ഫ്രം പോപ്പപ്പ് മെനു. Now the trash becomes blank. You can also delete files permanently by selecting the file in trash and pressing delete key. അപ്പോൾ നമുക്ക് ട്രാഷിലുള്ള ഫയലുകൾ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ട്രാഷിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന പോപ്പപ്പ് മെനുന്ന് എംപ്റ്റി ട്രാഷ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ട്രാഷ് ബ്ലാങ്ക് ആവും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് കീ ട്രാഷിൽ ഐക്കൺ വെച്ച് മൗസ് ട്രാഷിൻ്റെ ഐക്കണിൽ വെച്ച ശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്താലും മതി. ലെസൺ സമ്മറി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് ആക്ട് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. എക്സാമ്പിൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആർ ലിനക്സ്, വിൻഡോസ്, സോളാറിസ് ആൻഡ് മാക് OS. A file manager software in Ubuntu is Files. Linux Ubuntu is a free operating system. Launcher provides easy access to applications, mounted devices, and the trash. You can create, copy, move, rename, and delete a folder. Delete option is used to remove files and folders from the computer. Copy option is used to copy a folder or file. Trash is a temporary storage area of deleted files.